വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടിയ സംഭവത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള കിറ്റുകളെന്നാണ് എഫ്ഐആർ. ബിജെപി പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ സൂക്ഷിച്ച കിറ്റുകളും പിടിച്ചെടുത്തു. ഭക്തൻ നൽകിയ കിറ്റുകളെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പറഞ്ഞു. പരാതി നൽകി എൽഡിഎഫും യുഡിഎഫും. കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരിയിൽ നിന്നും അവശ്യ സാധനങ്ങൾ അടങ്ങിയ 1500ഓളം കിറ്റുകൾ പിടിച്ചെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് തെക്കുംതറയിലെ പ്രാദേശിക ബിജെപി നേതാവിന്റെ വീട്ടിൽ നിന്നും വിതരണത്തിനായി സൂക്ഷിച്ച 176 കിറ്റുകൾ കൂടി പോലീസ് കണ്ടെടുത്തത്. നേരത്തെ കിറ്റ് വിവാദത്തിൽ പങ്കില്ലെന്ന പ്രതികരണവുമായി ബിജെപി രംഗത്ത് വന്നെങ്കിലും പ്രവർത്തകന്റെ വീട്ടിൽ നിന്നും കിറ്റുകൾ പിടിച്ചെടുത്തതോടെ ബിജെപി നേതൃത്വത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. പിടിച്ചെടുത്തത് ക്ഷേത്രത്തിലേക്ക് വിതരണം ചെയ്യാനായി ഭക്തൻ തയ്യാറാക്കിയ കിറ്റുകളെന്നായിരുന്നു വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ ആദ്യ പ്രതികരണം. അതേസമയം പ്രവർത്തകന്റെ വീട്ടിൽ നിന്നും കിറ്റുകൾ പിടിച്ചെടുത്തതോടെ വിഷുവിന് വിതരണം ചെയ്യാനായി എത്തിച്ച കിറ്റുകളെന്നായി ബിജെപിയുടെ പുതിയ വാദം. ആദിവാസി വോട്ടർമാരെ സ്വാധീനിക്കാനായുള്ള ബിജെപിയുടെ കിറ്റ് വിതരണത്തിനെതിരെ എൽഡിഎഫും യുഡിഎഫും പരാതി നൽകി. സ്ഥാനാർത്ഥി സുരേന്ദ്രന് വേണ്ടി വളരെ വ്യാപകമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായി ഭക്ഷ്യക്കിറ്റ് പോലെയുള്ള സാധനങ്ങൾ, അതുപോലെയുള്ള മറ്റു സാധനങ്ങൾ വിതരണം ചെയ്യുക, കോളനികളിൽ വിതരണം ചെയ്യാനുള്ള പ്രത്യേക നിലപാട് സ്വീകരിക്കുക, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രചരണ സാമഗ്രികൾ പല സ്ഥലത്തും സ്ഥാപിക്കുക, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശങ്ങളെപ്പോലും പരസ്യമായി ലംഘിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള നിരവധി പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറിയിട്ടുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ ഭക്ഷ്യദാന കിറ്റുകൾ പിടിച്ചെടുത്ത സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള കിറ്റുകളെന്നാണ് എഫ്ഐആറിലുള്ളത്. സംഭവങ്ങളിൽ ജില്ലാ കളക്ടർ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. കോടതി അനുമതിയോടെ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ജില്ലാ കളക്ടർ ആർ രേണുരാജ് പറഞ്ഞു. പിടിച്ചെടുത്ത കിറ്റുകൾ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അമൃത ന്യൂസ്, വയനാട്.